എന്റെ മകൾ രഞ്ജനയ്ക്ക് 11 വയസ്സാണ്. ഞങ്ങൾ ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു. എല്ലാ രാവിലെയും രഞ്ജന എഴുന്നേൽക്കുമ്പോൾ മുടന്തി നടക്കും. ആദ്യം ഞാൻ കരുതി ഒരുപക്ഷെ ഉറങ്ങുമ്പോൾ കാലിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായതാകും. അതുകൊണ്ട് പല ദിവസങ്ങളിലും ഞാൻ അവളെ സ്കൂളിലേക്ക് വിടാതെ വീട്ടിൽ തന്നെ ഇരുത്തി. പക്ഷേ ഇത് കുറച്ചു കൂടുതലായപ്പോൾ എന്റെ മനസ്സിൽ ഒരു സംശയം തോന്നി. എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ? ഒരു ദിവസം രഞ്ജനയുടെ ടീച്ചർ എന്നെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അവർ പറഞ്ഞു, നിന്റെ മകൾ എന്തിനാണിങ്ങനെ മുടന്തി നടക്കുന്നത്? ഒരു രാത്രി നീ അവളുടെ കട്ടിലിൽ കിടന്നു നോക്ക്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും. ഞാൻ ആലോചിച്ചു, ഇതെന്താണിങ്ങനെ പറയുന്നത്? എങ്കിലും ഞാൻ അന്ന് രാത്രി രഞ്ജനയുടെ മുറിയിൽ കിടന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ ശരീരം മുഴുവൻ വേദനിച്ചു തുടങ്ങി. കട്ടിലിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതിനപ്പുറം എന്റെ മനസ്സിൽ ഒരു വലിയ ഭയം വന്നു. രഞ്ജന എന്താണ് എന്നോട് മറയ്ക്കുന്നത്? അടുത്ത ദിവസം രാവിലെ ഞാൻ രഞ്ജനയെ വിളിച്ചു. പക്ഷേ അവൾ 9 മണി കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ല. ഒടുവിൽ 10 മണിയോടടുത്ത് അവൾ എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ക്ഷീണവും ഉത്കണ്ഠയുമുണ്ടായിരുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോൾ അവളുടെ കാലുകൾ വിചിത്രമായ രീതിയിൽ നിൽക്കുന്നത് കണ്ടു. എന്തോ വേദന സഹിക്കുന്നതുപോലെ. എന്റെ ഹൃദയം ഒന്ന് നിന്നു. എന്താണിവിടെ നടക്കുന്നത്? അന്ന് എന്റെ ഭർത്താവിന്റെ സഹോദരി ശാന്തി വീട്ടിലേക്ക് വന്നു. അവർ 30 വർഷമായി വിവാഹിതയാണ്. പക്ഷേ കുടുംബവുമായി എപ്പോഴും ബന്ധം പുലർത്താറുണ്ട്. ഞാൻ ഭയപ്പെട്ടു, ശാന്തി രഞ്ജനയെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്തെങ്കിലും കുത്തുവാക്ക് പറയുമോ എന്ന്. ശാന്തി ചോദിച്ചു, നിന്റെ മകൾ എവിടെ? ഞാൻ എന്റെ സഹോദരന്റെ മകളെ കുറേ നാളായി കണ്ടിട്ട്. ഞാൻ രഞ്ജനയെ മുറിയിൽ നിന്ന് വിളിച്ചു. അവൾ മുടന്തി നടന്നു വന്നപ്പോൾ ശാന്തി ഞെട്ടി. ഇതെന്താണ്? ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നടക്കുന്നോ? ദൈവമേ, എന്തെങ്കിലും അസുഖമാണോ? അവരുടെ വാക്കുകൾ എന്റെ നെഞ്ചിൽ കുത്തുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു, ശാന്തി, ഒന്നും വേണ്ട. രഞ്ജനയ്ക്ക് കുഴപ്പമില്ല. ഇന്ന് കുറച്ചു ക്ഷീണം അത്രയുള്ളൂ. എന്റെ കുട്ടികളെല്ലാം ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പക്ഷേ ശാന്തി ഒരു വിചിത്രമായ നോട്ടം രഞ്ജനയ്ക്ക് നൽകി, എന്തോ കണ്ടുപിടിച്ചതുപോലെ. ഞാൻ രഞ്ജനയുടെ മുറിയുടെ വാതിലടച്ച് അവളോട് തയ്യാറാകാൻ പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞിട്ടും അവൾ പുറത്തു വന്നില്ല. ഞാൻ മുറിയിൽ കയറി. അവിടെ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. അവളുടെ തലയിണയ്ക്കടിയിൽ എന്തോ മറച്ചുവെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ശാന്തി എന്നെ വിളിച്ചതിനാൽ ഞാൻ തിരിച്ചുപോയി. രഞ്ജന അപ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തുവന്നു, പുതിയതും ചുള്ളനുമായ ഒരു വസ്ത്രം ധരിച്ച്. ഞാൻ ഞെട്ടി. കാരണം ആ വസ്ത്രം ഞാൻ വാങ്ങിയതല്ല. ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ, എന്റെ സുഹൃത്ത് പ്രിയയുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത്? അവൾ എന്റെ പിറന്നാളിന് തന്നതാണ്. പക്ഷേ എന്റെ മനസ്സിൽ ഒരു സംശയം കൂടി വന്നു. ഈ വസ്ത്രങ്ങൾ, രഞ്ജനയുടെ ക്ഷീണം, മുടന്തൽ എല്ലാം എന്തോ ഒരു രഹസ്യം ചുറ്റിപ്പറ്റിയാണ്. അടുത്ത ദിവസം അവൾ വീണ്ടും വൈകി എഴുന്നേറ്റു. പണ്ട് അവൾ 5 മണിക്ക് എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ രാത്രി വൈകുവോളം ഉണർന്നിരിക്കും. രാവിലെ വൈകി എഴുന്നേൽക്കും. ഞാനൊന്നും ചോദിച്ചില്ല. പക്ഷേ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്റെ പഴയ സുഹൃത്ത് രാധ വീട്ടിൽ വന്നു. അവർ ഒരു ഔഷധച്ചെടിയെക്കുറിച്ച് ചോദിക്കാൻ വന്നതാണ്. രഞ്ജനയെ കണ്ടപ്പോൾ രാധ ഞെട്ടി. നിന്റെ മകൾക്ക് എന്താണ്? ഇങ്ങനെ നടക്കുന്നത് കണ്ടില്ലേ? നിന്റെ കുട്ടിയെ നീ ശ്രദ്ധിക്കണം. അവളുടെ നടപ്പും വസ്ത്രങ്ങളും പെരുമാറ്റവും എന്തോ ശരിയല്ല. രാധയുടെ വാക്കുകൾ എന്നെ തകർത്തു. അവർ പറഞ്ഞു, ഈ പ്രായത്തിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത്. എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു എന്നൊക്കെ നോക്കണം. അന്നുമുതൽ ഞാൻ രഞ്ജനയെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവൾ പറഞ്ഞു, അമ്മ, എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. എനിക്ക് കുറച്ച് എണ്ണ തേച്ച് തടവിത്തരാമോ? ഞാൻ എണ്ണയെടുക്കാൻ പോയപ്പോൾ പെട്ടെന്നവൾ പറഞ്ഞു, വേണ്ട അമ്മ, ഇപ്പോൾ വേദന മാറി. അവളുടെ മുഖത്ത് ഒരു പേടി ഞാൻ കണ്ടു. എന്തോ ഒളിക്കുന്നുണ്ട് അല്ലേ? ഞാൻ അവളോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ നിന്റെ മുറിയിൽ കിടക്കും. അവളൊന്ന് ഞെട്ടി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി ഞാൻ രഞ്ജനയുടെ മുറിയിൽ പോയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നു. ഞാൻ മുട്ടി, പക്ഷേ അവൾ തുറന്നില്ല. ഞാൻ ഉറങ്ങി എന്ന് മാത്രം പറഞ്ഞു. എന്റെ ദേഷ്യവും സംശയവും കൂടി. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോടൊപ്പം സ്കൂളിലേക്ക് വരും. രഞ്ജന പണ്ട് രാവിലെ സ്കൂളിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാത്രം പോകുന്നു. എനിക്കിത് ശരിയായി തോന്നിയില്ല. ഞാൻ തീരുമാനിച്ചു, അവളെ രഹസ്യമായി പിന്തുടരാം. അവൾ ഒരു പുതിയ സൽവാർ ധരിച്ച് 2 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി. ഞാനും ഒരു സൽവാർ ധരിച്ച് പിന്നാലെ പോയി. പക്ഷേ അവൾ സ്കൂളിലേക്കല്ല പോയത്. മറ്റൊരു വഴിയിലൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഞാനും ഒരു റിക്ഷയിൽ അവളെ പിന്തുടർന്നു. ഒടുവിൽ അവൾ സ്കൂളിൽ തന്നെ എത്തി. ഞാനൊന്ന് ആശ്വസിച്ചു. പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോഴും സംശയമുണ്ടായിരുന്നു.
സ്കൂളിൽ ഞാൻ എൻ്റെ പഴയ സുഹൃത്തായ ടീച്ചർ രമയെ കണ്ടു. ഞാൻ ചോദിച്ചു, നിന്റെ ഓർമ്മയിൽ രഞ്ജന ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? രമ പറഞ്ഞു, അവൾ പണ്ട് രാവിലെ ക്ലാസ്സിൽ വരുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം വരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയാം. രഞ്ജനയുടെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റമുണ്ട്. അവളുടെ കണ്ണുകൾ എപ്പോഴും ക്ഷീണിച്ചിരിക്കും, ശരീരം വേദനിക്കുന്നു എന്ന് പറയും. പലപ്പോഴും നേരത്തെ പോകാൻ അനുവാദം ചോദിക്കും. ഞാൻ ഭയന്നു. രമ, എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു അമ്മയാണ്. എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. രമ പറഞ്ഞു, സ്കൂളിൽ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ വീട്ടിൽ നിന്റെ കണ്ണു വേണം. അവൾ രാത്രി ശരിക്കുറങ്ങുന്നുണ്ടോ? നീ അവളോടൊപ്പം കിടക്കണം. രമയുടെ വാക്കുകൾ എന്നെ ഉണർത്തി. ഞാൻ ഓർത്തു, ഒരു ദിവസം രാത്രി രഞ്ജനയുടെ മുറിയിൽ തുറന്നപ്പോൾ അവളുടെ തലയിണയ്ക്ക് അടിയിൽ 5000-ന്റെ നോട്ടുകൾ കണ്ടിരുന്നു. ഞാൻ അവൾക്ക് പോക്കറ്റ് മണി പോലും കൊടുക്കാറില്ല. പിന്നെ ഈ പണം എവിടെ നിന്ന്? എന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇന്ന് ഞാൻ രഞ്ജനയോടൊപ്പം മുഴുവൻ സമയവും ചെലവഴിക്കും. രാത്രി ഞാൻ അവളുടെ മുറിയിൽ കിടക്കാൻ പോയി. ഞാൻ മുറിയിൽ കയറിയപ്പോൾ അവളൊന്ന് ഞെട്ടി. അമ്മ, എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നിന്റെ മുറി ഞാൻ കുറച്ച് വൃത്തിയാക്കാൻ വന്നതാണ്. ഞാൻ അവളുടെ അലമാര തുറന്നപ്പോൾ പുതിയതും വില കൂടിയതുമായ വസ്ത്രങ്ങൾ കണ്ടു. ഞാൻ ഞെട്ടി. ഇതെവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ, ഞാൻ കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. അതിന്റെ പണം കൊണ്ടാണ് ഈ വസ്ത്രങ്ങൾ വാങ്ങിയത്. ഇവ ഒക്കെ യൂസ്ഡാണ്, വില കുറവാണ്. പക്ഷേ എന്റെ മനസ്സ് അത് വിശ്വസിച്ചില്ല. ഞാൻ തലയിണയ്ക്ക് അടിയിൽ നോക്കിയപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ കണ്ടു. ഇതോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ, ഇത് വില കുറഞ്ഞതാണ്. എനിക്ക് അലങ്കാരം ഇഷ്ടമാണ്. ഞാൻ സ്കൂളിൽ മാത്രം പോകുന്നു, മറ്റു കുട്ടികളെപ്പോലെ കളിക്കാൻ പോകാറില്ല. ഞാൻ പറഞ്ഞു, ശരി, ഇന്ന് ഞാൻ ഇവിടെ കിടക്കും. അവളൊന്ന് പേടിച്ചു, പക്ഷേ പറഞ്ഞു, ശരി അമ്മ, നിനക്ക് ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവരാം. അവൾ പാൽ കൊണ്ടുവന്നു. ഞാൻ കുടിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശക്തമായ ഉറക്കം വന്നു. ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു. രഞ്ജന എന്നെ ഉറക്കാൻ വേണ്ടി എന്തോ ചെയ്തിരിക്കണം. അവൾ അപ്പോൾ വെള്ള സൽവാർ ധരിച്ച് മനോഹരമായി ഒരുങ്ങി നിൽക്കുന്നു. ഇതെന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അമ്മ, ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഞാൻ ഒരുങ്ങി. പക്ഷേ അവളുടെ കണ്ണുകളിൽ ഒരു വലിയ ദുഃഖം ഞാൻ കണ്ടു. പെട്ടെന്നവൾ പറഞ്ഞു, അമ്മ, എനിക്കൊരു നല്ല ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം. ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. ഞാൻ പഠിപ്പിച്ച് പണം സമ്പാദിക്കും. ഞാൻ നിന്റെ ഭാരമാകില്ല. ഈ വാക്കുകൾ എന്നെ ഞെട്ടിച്ചു. 11 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ പറയുന്നത് എന്താണ്? എന്റെ മനസ്സിൽ ഒരു വലിയ ഭയം വന്നു. അന്ന് ശാന്തി വീണ്ടും വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, നിന്റെ മകളെ എന്റെ മകന് വിവാഹം കഴിക്കാൻ തരണം. ഞാൻ ദേഷ്യപ്പെട്ടു. നിന്റെ മകൻ നല്ലവനല്ല. എന്റെ മകളെ ഞാൻ അവന് കൊടുക്കില്ല. പക്ഷെ ശാന്തി ഒരു ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞു. നിന്റെ മകൾ രാത്രി ഒരു മോശം സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ അവളെ ഒരു മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഞാനിത് കണ്ടുപിടിച്ചു. ഞാൻ തകർന്നു. എന്റെ മകൾ, എന്റെ കുഞ്ഞ് ഇങ്ങനെ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോകുന്നുണ്ടോ? ഞാൻ ശാന്തിയോട് ചോദിച്ചു, നീ എന്താണ് പറയുന്നത്? എന്റെ മകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ശാന്തി പറഞ്ഞു, നിന്റെ മകളെ ഞാനൊരു രാത്രി ഒരു മോശം സ്ഥലത്ത് കണ്ടു. ഒരു മനുഷ്യൻ അവളെ ഭീഷണിപ്പെടുത്തി അവളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നിന്റെ മകൾ ഭയന്ന് ഇതൊന്നും നിന്നോട് പറഞ്ഞില്ല. ഞാൻ രഞ്ജനയോട് എല്ലാം തുറന്നു ചോദിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ, ഞാൻ പേടിച്ചാണ് എല്ലാം മറച്ചത്. ഒരു മനുഷ്യൻ എന്നെ ഭീഷണിപ്പെടുത്തി. അവൻ എനിക്ക് വസ്ത്രങ്ങളും പണവും തന്നു. പക്ഷേ എന്നെ ദുരുപയോഗം ചെയ്തു. ഞാൻ നിന്നോട് പറയാൻ ഭയന്നു. എന്റെ ഹൃദയം തകർന്നു. ഞാൻ എന്റെ മകളെ കെട്ടിപ്പിടിച്ചു. നിന്റെ തെറ്റല്ല മോളെ. ഞാൻ നിന്നെ രക്ഷിക്കും. ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. ആ മനുഷ്യനെ അവർ പിടിച്ചു. രഞ്ജനയ്ക്ക് കൗൺസിലിംഗ് തുടങ്ങി. അവൾ പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. നിന്റെ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലേ? അവരോട് തുറന്ന് സംസാരിക്കണം. അവർ എന്താണ് മറയ്ക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ കഥ നിന്റെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ നിന്റെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും പങ്കുവയ്ക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാം.